ഹായ് ഫ്രണ്ട്സ്, എന്താണ് എല്ലാവർക്കും വിശേഷം? സുഖല്ലേ? ഇന്ന് ഞാൻ പറയുന്നത് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു പാർട്ടാണ് കേട്ടോ. ഞാൻ പറയുന്നത് എല്ലാ രീതിയിലും നല്ല ഇമ്പോർട്ടൻ്റുള്ള ഭാഗങ്ങളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് കേട്ടോ. എല്ലാവർക്കും ഞാൻ ലളിതമായി പറഞ്ഞു തരാം. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകത്തിൻ്റെ സാരാംശം ഉൾക്കൊള്ളുന്ന വ്യക്തിപരമായൊരു കഥ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ കുടുംബം ഞാൻ പഠിപ്പിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ശാബത്തുമായി ബന്ധപ്പെട്ട അവധിയെടുത്തു. എനിക്ക് എഴുതാനുള്ള സമയം കിട്ടാൻ വേണ്ടിയായിരുന്നു അത്. ഒരു വർഷം ഹവായിയിലെ ഒവാഹുവിൻ്റെ വടക്കേ തീരത്തുള്ള ലേയിൽ ഞങ്ങൾ താമസിച്ചു. അവിടെ താമസം തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഉൽപാദനക്ഷമവും സന്തുഷ്ടവുമായൊരു ജീവിതക്രമത്തിന് ഞങ്ങൾ രൂപം നൽകി. മനസ്സിലായോ? അതായത് അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചെന്ന് വെച്ചാൽ കുറച്ച് നാൾ ലീവ് എടുത്തിട്ട് അദ്ദേഹം ഒരു വർഷത്തോളം അതായത് പുറം ലോകവുമായൊരു ബന്ധമില്ലാത്ത കുറച്ച് ഉൾപ്രദേശമായൊരു സ്ഥലത്തേക്ക് താമസം മാറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ട് പോയി. പിന്നെ അവിടെ എന്താ വെച്ചാൽ, അതിരാവിലെ കടപ്പുറത്ത് ഒരു ഓട്ടം കഴിഞ്ഞ് വന്ന് ഞങ്ങളുടെ കുട്ടികളിൽ 2 പേരെ മുറിക്കാലൂർ ഉപയോഗിച്ച് സ്കൂളിലേക്ക് അയക്കും. കരിമ്പിൻ തോട്ടത്തിലൂടെ ചേർന്ന് ഒറ്റപ്പെട്ട ഒരു കെട്ടിടത്തിലെ എൻ്റെ ഓഫീസിൽ ചെന്നിരുന്ന് എഴുതും. നിശബ്ദവും മനോഹരവും പ്രശാന്തവുമായ സ്ഥലം. ഫോൺ വിളിയോ മീറ്റിങ്ങുകളോ മറ്റു ജോലി തിരക്കുകളോ ഇല്ല. മനസ്സിലായോ? നിശബ്ദമായി വളരെ ഏകാഗ്രതയോട് കൂടിയിട്ട് ജോലി തിരക്കുകളൊന്നുമില്ലാതെ അദ്ദേഹവും കുടുംബവും ഒരു സ്ഥലത്ത് താമസിക്കാൻ പോയി. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാൾ നമ്മളിങ്ങനെ തിരക്കുകളുള്ള ജീവിതത്തിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പരസ്പരം മനസ്സൊന്നും തുറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് നാൾ അതിൽ നിന്നൊക്കെ വിട്ടുതിരിഞ്ഞ് അങ്ങനെ ഒരു ജീവിതം ആസ്വദിക്കാനും കൂടിയിട്ടാണ് അദ്ദേഹം പോയത്. ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും തങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഇണയുമായി കൂടുതൽ പരസ്പരം ഉള്ളു തുറക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കോളേജിൻ്റെ കോമ്പൗണ്ടിന് പുറത്തായിരുന്നു എൻ്റെ ഓഫീസ്. ഒരു നാൾ കോളേജ് ലൈബ്രറിയുടെ പിറകിൽ പുസ്തക കൂമ്പാരത്തിനിടയ്ക്ക് അലഞ്ഞു തിരിയുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ പുസ്തകം രസകരമായി തോന്നി. അതും ഞാൻ തുറന്നു നോക്കി. എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു ഖണ്ഡിക എൻ്റെ ശിഷ്ടജീവിതത്തെ അതിശക്തമായി സ്വാധീനിച്ചു. അതായത് ഈ ലൈബ്രറിയിൽ ഒരു പുസ്തകം കിട്ടിയപ്പോൾ ഒരു ഖണ്ഡിക അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ, പിന്നീടുള്ള ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചു എന്ന് പറയുന്നത്. ആ ഖണ്ഡിക ഞാൻ വീണ്ടും വീണ്ടും വായിച്ചു. പ്രചോദനത്തിനും പ്രതികരണത്തിനും ഇടയ്ക്ക് ഒരു വിടവ്, അത് ആ സ്ഥലം ഉണ്ടെന്നും ആ സ്ഥലം നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് നമ്മുടെ വളർച്ചയും സന്തോഷവും സ്ഥിതി ചെയ്യുന്നതും ഒന്നുമുള്ള ലളിതമായ ഒരു ആശയമാണ് അതിലടങ്ങിയിരിക്കുന്നത്. മനസ്സിലായോ? ഇതിൽ പറയുന്നത് പ്രചോദനത്തിനും പ്രതികരണത്തിനും ഇടയ്ക്ക് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാനും പ്രചോദിപ്പിക്കാനുമുള്ള ഒരു സംഭവത്തിന് ഇടയ്ക്ക് നമ്മളെങ്ങനെ പറയുന്നത്, പ്രചോദനത്തിൽ ആ സ്ഥലം, ഒരു സ്പേസ് നമുക്കുണ്ട്. അതായത് നമ്മൾ സ്വയം സ്പേസ് കണ്ടെത്തണം. ആ ഒരു കുറച്ച് സമയം അത് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നനുസരിച്ചാണ് നമ്മുടെ ബാക്കിയുള്ളൊരു ജീവിതത്തിൽ നമ്മളെ വളർച്ചയും സന്തോഷവും അടങ്ങിയിരിക്കുന്നത് കേട്ടോ. അതാണ് ഈ വാക്യത്തിൽ നിന്ന് പറയുന്നത്. അത് അദ്ദേഹം മനസ്സിലാക്കി. അവിടെ നിന്ന് അങ്ങോട്ട് ഇവർ 2 പേരും കൂടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സാന്ദ്ര എന്നാണ് കേട്ടോ, ആ സാന്ദ്രയുമായിട്ട് ഇവരൊരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് എന്നിട്ട് വെച്ചാൽ, ചുഴിഞ്ഞു നോക്കാൻ പാടില്ല എന്നുള്ളതാണ്. ചുഴിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ, ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. 2 പേരും 2 വ്യക്തികളാണല്ലോ. അപ്പോൾ എന്തെങ്കിലും നമ്മൾ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോഴുണ്ടല്ലോ, അയാളോട് നമ്മൾ ചോദിക്കാതെ ഉള്ളു മനസ്സിലാക്കാൻ ചോദിക്കുക. പക്ഷേ ഒരു ചുഴിഞ്ഞു നോക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്, ചുഴിഞ്ഞു നോക്കാൻ പാടില്ല എന്നുള്ളത്. സകലതും പ്രകാശമാനവും മധുരമുള്ളതായിരുന്നില്ല. ഇടയ്ക്ക് വേദനാജനകമായ വിമ്മിട്ടപ്പെടുത്തുന്ന മനസ്സ് തുറക്കുന്ന ചില അനുഭവങ്ങളുണ്ടായി. പരസ്പരം ഉള്ളു തുറക്കാനും വഴങ്ങാനും പ്രേരിപ്പിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും വർഷങ്ങളായി ഇവയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നെന്ന് തോന്നി. കൂടുതൽ ആഴത്തിലേക്ക്, ലോലമായ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവയിൽ നിന്ന് കരകയറുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ആശ്വാസം തോന്നി. മനസ്സിലായോ? ഇവർ ജോലി തിരക്കിൻ്റെ ഇടയിൽ ഇവർക്ക് സംസാരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. പലപ്പോഴും അങ്ങനത്തെയാണ് സംഭവിക്കുന്നത്. 2 പേരും ജോലിക്കാരാകുമ്പോൾ തിരക്കിട്ട കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അതിന് സാധ്യമല്ല, മനസ്സ് തുറക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ കുറച്ച് നാൾ ലീവ് എടുത്ത് ഒരു ശാന്തമായ സ്ഥലത്തേക്ക് പോയത്. അവിടെ വെച്ചിട്ടാണ് ഇവരെ വേദനാജനകമായ കാര്യങ്ങളും പലതും ഒരു മനസ്സ് കൊണ്ട് ഉള്ളു തുറന്ന് സംസാരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ തുടക്കം മുതൽ പരസ്പരം സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ പുതിയ കണ്ടുപിടുത്തങ്ങളെ മനസ്സുകൊണ്ട് താലോലിച്ചു.
മനസ്സിലായി. പിന്നെ ചുഴിഞ്ഞു നോക്കാൻ പാടില്ല എന്നതാണ്. പരസ്പരം മനസ്സിൻ്റെ ഉള്ളറകൾ തുറന്നപ്പോൾ ചോദ്യം ചെയ്യുകയില്ല, അനുഭാവം പ്രകടിപ്പിക്കുകയാണ് എന്നാവശ്യപ്പെട്ടു ബോധ്യപ്പെട്ടു. മനസ്സിലായോ? ഒരു പരസ്പരം പറഞ്ഞിരുന്നു ചുഴിഞ്ഞു നോക്കാൻ പാടില്ല, പരസ്പരം എന്താണ് അനുഭാവം പ്രകടിപ്പിക്കാൻ മാത്രമേ പാടുള്ളൂ എന്ന്. പിന്നെന്താണ്, ഈ കൂടുതൽ മുറിവേൽക്കുമ്പോൾ കൂടുതൽ വേദനിക്കുമ്പോൾ ആ ദിവസം അവിടെ വെച്ച് നിർത്തുക എന്നതായിരുന്നു രണ്ടാമത്തെ നിയമം. ഇവർ ഓരോ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തേലാണ് ചുഴിഞ്ഞു നോക്കാൻ പാടില്ല എന്നുള്ളത്. രണ്ടാമത്തേൽ പറയുന്നതെന്ന് വെച്ചാൽ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും രണ്ടുപേർക്കും പറ്റാത്ത വാക്കുകളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ മനസ്സ് വേദനിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ സംസാരം പിന്നെ അതിനെക്കുറിച്ച് ഒന്നും പറയില്ല. അന്നത്തെ ദിവസം ആ സംസാരം അവിടെ അവസാനിപ്പിക്കും. അതൊരു രണ്ടാമത്തെ നിയമമായിട്ട് ഇവരെ ജീവിതത്തിൽ കൊണ്ടുപോയിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വ്യക്തി തയ്യാറാക്കുമ്പോഴോ നിർത്തിയിടത്തു നിന്ന് തുടങ്ങും. അടുത്ത ദിവസങ്ങളിലോ അവർക്ക് സംസാരിക്കാൻ ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരുന്ന സമയത്തോ അവരെ മനസ്സ് തുറക്കാൻ പറ്റുമെന്നുള്ള ഏതോ ഒരു സാഹചര്യത്തിൽ മാത്രം കേട്ടോ അവരതിനെക്കുറിച്ച് സംസാരിക്കാൻ പോവുള്ളൂ. ഇത്തരത്തിലുള്ള ആശയവിനിമയത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയതും അതുകൊണ്ട് തന്നെ ഏറ്റവും ഫലപ്രദവുമായ ഭാഗം എൻ്റെ സാന്ദ്രതയുടെയും ദൗർബല്യങ്ങൾ പരസ്പരം സ്പർശിച്ചപ്പോൾ ഉണ്ടായതാണ്. മനസ്സിലായോ? ഇപ്പം ഇതുവരെ മനസ്സ് തുറന്നപ്പോഴാണ് ഇവർ പറയുന്നത് ഇവർക്ക് എന്തൊക്കെയാണ് ദൗർബല്യങ്ങളുള്ളത് എന്ന് ഇവർക്ക് മനസ്സിലായത് കേട്ടോ മനസ്സ് തുറന്നപ്പോൾ. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് സാന്ദ്രയുടെ സ്വഭാവം കൂടുതലും എൻ്റെ അമ്മയുടേത് പോലെയാണ്. സാമൂഹിക ജീവിതമാണ് സാന്ദ്ര ഇഷ്ടപ്പെടുന്നത്. അവൾക്ക് സമൂഹത്തിൽ ഇറങ്ങി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനും എല്ലാ കാര്യത്തിനും വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു സാന്ദ്ര എന്ന വ്യക്തി. സാന്ദ്രയുടെ ഉൾക്കാഴ്ചയും ബുദ്ധിയും കൂടുതൽ തുറന്ന സാമൂഹികമായ ഒരു വ്യക്തിത്വം സമാജിക സാന്ദ്ര എന്നെ തുണച്ച രീതിയെ ഞാൻ വിലമതിച്ചു. സാന്ദ്ര മറ്റുള്ളവരുമായി സാമൂഹികമായി ഇടപെടുന്നത് കൊണ്ട് അതുമൂലം ഈ ഇദ്ദേഹത്തിനും അതിന് വളരെയധികം വിലമതിച്ചു കേട്ടോ. ഭാര്യയുടെ പ്രവർത്തനത്തിൽ ഇദ്ദേഹം വിലമതിച്ചു. സാന്ദ്രയുടെ ചില നിർബന്ധ ബുദ്ധികളാണ് വർഷങ്ങളായി എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. മറ്റൊരു പ്രശ്നം മതിച്ചു കേട്ടോ. ഭാര്യയുടെ പ്രവർത്തനത്തിൽ ഇദ്ദേഹം വിലമതിച്ചു. സാന്ദ്രയുടെ ചില നിർബന്ധ ബുദ്ധികളാണ് വർഷങ്ങളായി എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. മറ്റൊരു പ്രശ്നം സാന്ദ്രയുടെ ഒരു എന്താ പറയുക നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു കേട്ടോ. നിർബന്ധ ബുദ്ധി ഇദ്ദേഹത്തിനെ അലട്ടിക്കൊണ്ടിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിജിഡയർ ഉപകരണങ്ങളോട് അവൾക്ക് അകാരണമായൊരു പ്രതിപത്തി ഉണ്ടായിരുന്നു. ഫ്രിജിഡയർ ഉപകരണങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഓരോ സാംസങ് അങ്ങനെ ഓരോ ഇതുകളില്ലേ, നോക്കിയ, പിന്നെ എന്താ പറയുക എല്ലാതും ഒരു കമ്പനി പ്രൊഡക്റ്റുകളില്ലേ, അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിൻ്റെ പേരാണ് ഫ്രിജിഡയർ എന്നുള്ളത്. ആ കാലത്ത് അത് വളരെ വിപുലമായതും വളരെ വില കൂടിയൊരു കമ്പനി പ്രൊഡക്റ്റാണ് കേട്ടോ അത്. അപ്പോൾ അതിനോട് ഈ സാന്ദ്രയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര നിർബന്ധിച്ച് അതിൽ ഓരോ ബഡ്ജറ്റുകൾ ഉണ്ടാക്കി വെക്കും. പക്ഷേ ഈ സാന്ദ്രയ്ക്ക് എപ്പോഴും ഫ്രിജിഡയർ ഉപകരണങ്ങളോട് ഭയങ്കര ഇഷ്ടവും ആ ഉപകരണം തന്നെ വാങ്ങണമെന്ന് അവൾ വാശി പിടിക്കുകയും ചെയ്യും. ബഡ്ജറ്റിൽ നിന്ന് മാറി ആ ഉപകരണം തന്നെ വാങ്ങണമെന്ന് ഇവൾ വാശി പിടിക്കും. പക്ഷേ ഇദ്ദേഹത്തിന് ഇത് മനസ്സിലായിട്ടില്ല കേട്ടോ. എന്തിനാണ് ഇവളിങ്ങനെ വാശി പിടിക്കുന്നത്? ഇത് എൻ്റെ മനസ്സിൽ ശക്തമായ പ്രകോപനം സൃഷ്ടിച്ചു. ഭാഗ്യവശാൽ ഒരെണ്ണം വാങ്ങിയപ്പോഴായിരുന്നു പ്രശ്നത്തിൻ്റെ ഉത്ഭവം. പക്ഷേ അത് മറ്റു പല പ്രശ്നങ്ങൾക്ക് വഴിമരുന്നിട്ടു. ഒട്ടനവധി നിഷേധാത്മകമായ വികാരങ്ങൾ എൻ്റെ ഉള്ളിൽ മുളപൊട്ടി. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഇദ്ദേഹം വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ വാങ്ങിച്ചു കൊടുത്തെങ്കിൽ ഇവർക്ക് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോഴും ഒരു വിഷമുണ്ടായിരുന്നു. ഇവളെന്തിനാണ് ഈ ഉപകരണം ഇത്രയും വില കൂടിയ ഉപകരണം തന്നെ വാങ്ങണമെന്ന് എന്തിനാണ് ഈ വാശി പിടിക്കുന്നത്? ബഡ്ജറ്റിൻ്റെ ഇതിൽ വരുമ്പോൾ അത് ഇദ്ദേഹത്തിന് സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ അബദ്ധവശാൽ ചിലത് പറഞ്ഞതിൻ്റെ പേരിൽ പിന്നീട് മാപ്പ് പറയാൻ നിർബന്ധിതനായിട്ടുണ്ട്. മനസ്സിലായോ? ഇവർ തമ്മിൽ ശണ്ടകൂടുന്ന സമയത്തൊക്കെ പരസ്പരം മാപ്പും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിൽ വിഷമം വരുമ്പോൾ മാപ്പും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൾ ഫ്രിഡിജയർ ഇഷ്ടപ്പെട്ടതല്ല. ഫ്രിഡിജയറിനെ സാധൂകരിക്കാൻ വേണ്ടി അടിസ്ഥാനരഹിതവും എൻ്റെ ദൃഷ്ടിയിൽ തീർത്തും യുക്തിഹീനവുമായ ചില പ്രസ്താവനകൾ നടത്തിയതാണ് എന്നെ വിഷമിപ്പിച്ചത്. തൻ്റെ പ്രതികരണം യുക്തിഹീനവും തികച്ചും വികാരപരവുമാണെന്ന് അവൾ സമ്മതിച്ചിരുന്നെങ്കിൽ ഞാനത് കൈകാര്യം ചെയ്യുമായിരുന്നു. പക്ഷേ അവളുടെ ന്യായീകരണമാണ് എന്നെ അമ്പരിപ്പിച്ചത്. വസന്തകാലാരംഭത്തിലാണ് ഫ്രിഡിജയർ പ്രശ്നം ഉയർന്നു വന്നത്. അതിനു മുമ്പ് നടന്ന ആശയവിനിമയം അതിന് ഞങ്ങളെ തയ്യാറാക്കിയിരുന്നു. ചുഴിഞ്ഞു നോട്ടം അരുതെന്നും ഒരാൾക്കോ രണ്ടുപേർക്കോ വേദന തോന്നിയാൽ അവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്നുമുള്ള നിയമങ്ങൾ മനസ്സിലുറപ്പിച്ചു. അതിനെക്കുറിച്ച് സംസാരിച്ച് ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അന്ന് ഞങ്ങൾ കടൽ തീരത്ത് യാത്ര
കടതീരത്ത് യാത്ര അവസാനിപ്പിച്ചില്ല. മുഖത്തോട് മുഖം നോക്കാൻ മടിച്ചിട്ടായിരിക്കാം കരിമ്പിൻ തോട്ടങ്ങൾക്കിടയിലൂടെ സൈക്കിൾ ചവിട്ടി പ്രശ്നവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രപരമായ വസ്തുതകളും മനോവിഷമതകളും വളരെ നന്നായി അടിച്ചമർത്തപ്പെട്ട് കിടക്കുകയായിരുന്നു. ബന്ധം വിച്ഛേദിക്കാൻ തക്ക നിർണായകമല്ലെങ്കിൽ പോലും സുന്ദരവും സുഖവുമായ ബന്ധം പടുത്തുയർത്താൻ ശ്രമിക്കുമ്പോൾ ഭിന്നതയുയർത്തുന്ന ഏത് പ്രശ്നവും പ്രധാനപ്പെട്ടത് തന്നെ. മനസ്സിലായോ? അവർ തമ്മിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഈ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അവർക്ക് എന്താ പറയുക, രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം എന്താ പറയുക, രണ്ടുപേരും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കാൻ വരെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും പക്ഷേ ഇവരെ സംസാരിക്കുന്ന അങ്ങനെ വരെ എത്തിപ്പെട്ട പല സംഭവങ്ങളുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത്. ഈ പരസ്പര പ്രവൃത്തിയിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെട്ട വസ്തുതകൾ സാന്ദ്രയെയും എന്നെയും അത്ഭുതപ്പെടുത്തി. ശരിയായ സമത്വ പ്രവർത്തനമായിരുന്നു അത്. തൻ്റെ പിടിവാശിയുടെ കാരണം അന്നാദ്യമായി സാന്ദ്ര മനസ്സിലാക്കി. അവളുടെ അച്ഛനെ കുറിച്ച് സംസാരിച്ചു. മനസ്സിലായോ? സാന്ദ്ര പിടിവാശി പിടിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണെന്ന് സാന്ദ്ര മനസ്സ് തുറക്കാൻ തുടങ്ങി. അപ്പോൾ സാന്ദ്ര പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. തൻ്റെ ഒരു സ്കൂൾ ചരിത്രാധ്യാപകനായിരുന്ന വർഷങ്ങളോളം അദ്ദേഹം ജോലി ചെയ്തിരുന്നതും സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം ഗൃഹോപകരണങ്ങളുടെ ബിസിനസ്സിൽ ഏർപ്പെടുന്നതൊക്കെ അവൾ വിവരിച്ചു. മനസ്സിലായോ? ഒരു അധ്യാപകനായി ജോലി ചെയ്തിരുന്ന സാന്ദ്രയുടെ പിതാവ് അദ്ദേഹത്തിന് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അക്കാലത്ത് അദ്ദേഹം ജോലി ഉപേക്ഷിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങി. അപ്പോൾ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ ബിസിനസ്സും കുഴപ്പത്തിലായപ്പോൾ ഫ്രിജിഡെയർ കമ്പനിയുടെ ധനസഹായം കൊണ്ടാണ് പിടിച്ചു നിന്നത്. മനസ്സിലായോ? സാന്ദ്രയ്ക്ക് അവളുടെ പിതാവിനെ അഗാധവും സ്നേഹസാദരവുമായ ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. മനസ്സിലായോ? സാന്ദ്രയ്ക്ക് പിതാവിനോട് വളരെയധികം ഇഷ്ടമായിരുന്നു. അപ്പോൾ സാന്ദ്രയുടെ ജീവിതത്തിലെ പിതാവിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങൾക്കും ഫ്രിജിഡെയർ കമ്പനിയുടെ ആണ് അവരെ രക്ഷിച്ചത്. അന്ന് ആ കുടുംബം നിലനിന്ന് പോയത് ഫ്രിജിഡെയറിൻ്റെ സഹായം കൊണ്ടാണെന്ന് അച്ഛൻ എപ്പോഴും പറയും. വൈകുന്നേരങ്ങളിൽ ക്ഷീണിതനായി വീട്ടിലെത്തി കട്ടിലിൽ കിടക്കുന്ന അച്ഛൻ്റെ കാലുകൾ അവൾ തിരുമ്മിക്കൊടുക്കും, പാട്ടുപാടി കേൾപ്പിക്കും. വർഷങ്ങളോളം ദിനം പ്രതിയൊന്നോണം രണ്ടുപേരും ആഹ്ലാദിച്ചിരുന്ന നിമിഷങ്ങളായിരുന്നത്. അച്ഛന് തൻ്റെ ബിസിനസ്സിലെ പ്രയാസങ്ങളെയും ഫ്രിജിഡെയർ നൽകുന്ന സഹായത്തെക്കുറിച്ച് മകളോട് പറയും. മനസ്സിലായോ? അച്ഛനും മകളും തമ്മിലുള്ള സ്വാഭാവികമായി സംഭാഷണം സാന്ദ്രയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അച്ഛനുള്ളപ്പോൾ എപ്പോഴും അച്ഛൻ ഈ കമ്പനിയെക്കുറിച്ചും തൻ്റെ വീട്ടിലെ ബിസിനസ് ഈ ഫ്രിജിഡെയർ കമ്പനി തന്നെ സഹായിച്ചതും ഹെൽപ്പ് ചെയ്തതും ഒക്കെ ഈ അച്ഛൻ മകളോട് പറഞ്ഞ് അവരെ സന്ധ്യാസമയങ്ങളിലൊക്കെ രണ്ടുപേരും വളരെ സന്തോഷത്തിൽ ആയിരുന്ന നിമിഷത്തിലൊക്കെ ഈ ഫ്രിജിഡെയർ കടന്നു വരും. അങ്ങനെ സാന്ദ്രയ്ക്ക് അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഈ കാര്യങ്ങൾ ഓർമ്മ വരാം. ഫ്രിജിഡെയർ കമ്പനിയെക്കുറിച്ചും അവിടുത്തെ ഉപകരണങ്ങളെക്കുറിച്ചും അവർ ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മ വരാം. അതുകൊണ്ട് കൂടിയായിട്ടാണ് അവൾ ഈ ഫ്രിജിഡെയർ ഉപകരണങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മനസ്സിലായോ? ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അച്ഛനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും അച്ഛനക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും സാന്ദ്രയ്ക്കും അത് കൂടുതൽ ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ഈ ബുക്കിൽ പറയുന്നുണ്ട്, നമ്മൾക്ക് ഒരാളെ നമ്മൾ വിലമതിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നമുക്കും ഇഷ്ടപ്പെടണം, അയാൾക്ക് പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾക്കും പ്രധാനപ്പെട്ടെന്ന് പറയുന്നില്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് പോകെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റിനോടും ഒരാൾ കാണിക്കുന്ന ഇൻട്രസ്റ്റും അയാളെ പിടിവാശി കാണിക്കുന്നതും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അത് അവർ ഇപ്പോഴാണ് മനസ്സ് തുറന്ന് പറഞ്ഞത്. അത് കേട്ടതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലായി. ഇത് ഈ സാന്ദ്ര ഈ കാര്യം പറഞ്ഞത് കൊണ്ട് അപ്പോൾ തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലൊരു ഇതായി. കാരണം സാന്ദ്രനെ വിഷമിപ്പിച്ചല്ലോ പലപ്പോഴും ഈ ഉപകരണങ്ങളും ഈ ഫ്രിജിഡെയർ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ സാന്ദ്രയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം കെടുക്കുന്നുണ്ടെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇവർ മനസ്സ് തുറന്നപ്പോഴാണ് ഇപ്പോഴത് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം എന്താ പറയുന്നത്, അന്ന് ഞങ്ങൾ രണ്ടാളുടെയും കണ്ണുകൾ നിറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഉൾക്കാഴ്ചകൾ കൊണ്ടല്ല, പരസ്പര ബഹുമാനം കൊണ്ട് നിസാരമെന്ന് തോന്നുന്ന അനുഭവങ്ങൾ പോലും വൈകാരികമായ അനുഭവങ്ങളിൽ വേരൂന്നിയവയാണെന്ന് ഞങ്ങൾ കണ്ടെത്തി. ആഴത്തിലുള്ള ലോലമായ പ്രശ്നങ്ങളെ കണ്ടറിയാതെ പുറമേയുള്ള നിസാരതകളെ കൈകാര്യം ചെയ്യുന്നത് മറ്റുള്ളവരുടെ വികാരങ്ങളെ ചവിട്ടി മെതിക്കുന്നതിന് തുല്യമാണ്. മനസ്സിലായോ? ഇപ്പോൾ ഇത് പറഞ്ഞത് അപ്പോൾ സാന്ദ്ര ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു. ബുക്കിൽ പറയുന്നുണ്ട്, നമ്മൾക്ക്
ഒരാളെ നമ്മൾ വിലമതിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നമുക്കും ഇഷ്ടപ്പെടണം, അയാൾക്ക് പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾക്കും പ്രധാനപ്പെട്ടെന്ന് പറയുന്നില്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് പോകെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റിനോടും ഒരാൾ കാണിക്കുന്ന ഇൻട്രസ്റ്റും അയാളെ പിടിവാശി കാണിക്കുന്നതും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അത് അവർ ഇപ്പോഴാണ് മനസ്സ് തുറന്ന് പറഞ്ഞത്. അത് കേട്ടതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലായി. ഇത് ഈ സാന്ദ്ര ഈ കാര്യം പറഞ്ഞത് കൊണ്ട് അപ്പോൾ തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലൊരു ഇതായി. കാരണം സാന്ദ്രനെ വിഷമിപ്പിച്ചല്ലോ പലപ്പോഴും ഈ ഉപകരണങ്ങളും ഈ ഫ്രിഡ്ജ് ഡയർ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ സാന്ദ്രയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം കെടുക്കുന്നുണ്ടെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇവർ മനസ്സ് തുറന്നപ്പോഴാണ് ഇപ്പോഴത് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം എന്താ പറയുന്നത്, അന്ന് ഞങ്ങൾ രണ്ടാളുടെയും കണ്ണുകൾ നിറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഉൾക്കാഴ്ചകൾ കൊണ്ടല്ല, പരസ്പര ബഹുമാനം കൊണ്ട് നിസാരമെന്ന് തോന്നുന്ന അനുഭവങ്ങൾ പോലും വൈകാരികമായ അനുഭവങ്ങളിൽ വേരൂന്നിയവയാണെന്ന് ഞങ്ങൾ കണ്ടെത്തി. ആഴത്തിലുള്ള ലോലമായ പ്രശ്നങ്ങളെ കണ്ടറിയാതെ പുറമേയുള്ള നിസാരതകളെ കൈകാര്യം ചെയ്യുന്നത് മറ്റുള്ളവരുടെ വികാരങ്ങളെ ചവിട്ടിമെതിക്കുന്നതിന് തുല്യമാണ്. മനസ്സിലായോ? ഇപ്പോൾ ഇത് പറഞ്ഞത് അപ്പോൾ സാന്ദ്ര ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു. അവർക്ക് മനസ്സിലായി നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ അതിനെത്രത്തോളം മൂല്യമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ മാസങ്ങൾ വളരെയേറെ ഫലപ്രദമായി ഞങ്ങളുടെ ആശയവിനിമയം ശക്തിയാർജിച്ചു. നിമിഷങ്ങൾ കൊണ്ട് പരസ്പരം വിചാരങ്ങൾ കൈമാറാൻ കഴിഞ്ഞു. ഞങ്ങൾ ഹവായിൽ നിന്ന് പോന്നപ്പോൾ ഈ പതിവ് തുടരാൻ തീരുമാനിച്ചു. അതിനുശേഷം വർഷങ്ങളോളം ഞങ്ങളുടെ ഹോണ്ട സൈക്കിളിലും കാലാവസ്ഥ മോശമാണെങ്കിൽ കാറിലും സംസാരിക്കാൻ വേണ്ടി മാത്രമായി ഞങ്ങൾ യാത്ര ചെയ്യും. സ്നേഹബന്ധം തുടർന്നു പോകുന്നതിൻ്റെ സൂത്രവാക്യം സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് ഉള്ളിലെ വികാരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ആണെന്നും ഞങ്ങൾക്ക് തോന്നുന്നു. ഓരോ ദിവസവും പലതവണ ഞാൻ യാത്രയിലാണെങ്കിൽ പോലും ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താറുണ്ട്. സന്തോഷത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും മൂല്യങ്ങളുടെയെല്ലാം ഉറവിടമായ സ്വന്തം പാർപ്പിടവുമായി ബന്ധം പുലർത്തുന്നതിന് തുല്യമാണിത്. നിങ്ങളുടെ വീട് വിലപിടിച്ചൊരു ബന്ധത്തിൻ്റെയും വിലയേറിയ ഒരു കൂട്ടുകെട്ടിൻ്റെയും അടിസ്ഥാനമാണെങ്കിൽ, മനസ്സിലായോ? ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആശയവിനിമയത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറയണമെങ്കിൽ നമ്മൾ അവരോട് മനസ്സ് തുറക്കണം. ആത്മാർത്ഥമായി നമ്മളെ മനസ്സ് തുറന്ന്. ഇവിടെ സാന്ദ്ര പിടിവാശി പിടിച്ചതിൻ്റെ കാരണവും ആ ഉപകരണങ്ങളെ ഇത്ര ഇഷ്ടപ്പെടുന്നതിൻ്റെ അടിത്തട്ടിലുണ്ടായ കാരണം സാന്ദ്ര മനസ്സ് തുറന്നു. തൻ്റെ അച്ഛനോടുള്ള സ്നേഹമാണ് അവിടെ സാന്ദ്ര കാണിച്ചത്. അപ്പോൾ അത് അദ്ദേഹം വേറെ എന്തൊക്കെയോ മനസ്സിൽ കരുതി. പക്ഷേ സാന്ദ്ര ഇത് തുറന്ന് പറഞ്ഞപ്പോഴാണ് കാരണം ശരിക്കും മനസ്സിലായത്. അതാണ് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം ഇവർ രണ്ടുപേരും എപ്പോഴും യാത്ര ചെയ്യുമ്പോഴും ആശയവിനിമയവും മനസ്സ് തുറക്കാൻ ശ്രമിച്ചിരുന്നു. അത് അവരുടെ ജീവിതത്തിലൊരു മുതൽക്കൂട്ടായി ആ യാത്ര അവർ പോയത്. പിന്നെ അവർ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴും അവർക്ക് ആ യാത്രയുടെ അനുഭവം പിന്നീടുള്ള ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തി. ഇതാണ് അവർ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മളെല്ലാവരുടെ ജീവിതത്തിൽ നമുക്ക് ഒരു എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആശയവിനിമയം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് മാക്സിമം 2 തവണ കേട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി ഇരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കമൻറ്റിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നതായിരിക്കും. താങ്ക്